ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ മൂവിംഗ് ആവറേജിന്റെ ഓഡ് നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ദ 5-year മൂവിംഗ് ആവറേജ് അഗെയിൻസ്റ്റ് ഇയർ 5. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 5-year മൂവിംഗ് ആവറേജ് ആണ് അല്ലേ, അതായത് ഒരു ഓഡ് നമ്പർ മൂവിംഗ് ആവറേജ് ആണ് അഗെയിൻസ്റ്റ് ഇയർ 5. അത് ഏത് ഇയർ എന്ന് ചോദിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വേണ്ടത് 5th ഇയറിന് അഗെയിൻസ്റ്റ് ആയിട്ടാ, അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഇനി എത്ര ഇയർ മൂവിംഗ് ആവറേജ്? 5 years. അപ്പൊ നമ്മൾ പറഞ്ഞു എത്ര ഇയർ ആണോ എന്ന് എന്ത് ചെയ്യാം, 1 2 3 എന്ന് എഴുതി നോക്കുക. 1 2 3 4 5 5-year മൂവിംഗ് ആവറേജ് അല്ലെ. ഇതിന് മിഡ് വാല്യൂ വരുന്നത് ഏതാ? 3 ആണ് അല്ലേ. അതിന് മിഡിൽ വരുന്നത് 1 2, അതിന് മുമ്പ് 2 ശേഷം 2. അതിന് ഏറ്റവും മിഡിൽ വരുന്നത് 3 ആണ്. അപ്പൊ നമ്മൾ 5 എന്നുള്ളത് 3 ആയിട്ട് എടുക്കുക. തൊട്ട് മുമ്പത്തെ വർഷങ്ങളോ 2 and 1, കഴിഞ്ഞ് വരുന്ന വർഷങ്ങള് 4 and 5 അങ്ങനെയായിട്ട് എടുക്കുക. 1 2 3 4 5 ഇത്ര ഇയേഴ്സ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി എന്ത് ചെയ്യണം? ഈ ആവശ്യമുള്ള ഇയേഴ്സിൽ ടോട്ടൽ 5-year മൂവിംഗ് ടോട്ടൽ കാണാം. എങ്ങനെ മൂവിംഗ് ടോട്ടൽ കാണാം? 1 2 3 4 5 എന്നല്ലേ വന്നിട്ടുള്ളത്. അപ്പൊ ആ 5 years ടോട്ടൽ ഒന്ന് കാണാം. ഒന്ന് കണ്ടിട്ട് പറയൂ എത്ര വരുന്നത്. പെട്ടെന്ന് നോക്കാം കേട്ടോ, അതിനൊപ്പം ചെയ്ത് നോക്കാം. 43 അല്ലേ, പ്ലസ് 34 പ്ലസ് 44 പ്ലസ് 54 പ്ലസ് 34, അതായത് 209. 5-year മൂവിംഗ് ടോട്ടൽ വരുന്നത് 209 ആണ് അല്ലെ. ഈ എല്ലാം ആഡ് ചെയ്ത അതിന് ആവറേജ് ഓഫ് 5-year മൂവിംഗ് ആവറേജ് കിട്ടാനോ, ആവറേജ് കിട്ടാൻ 209 ഡിവൈഡ് ബൈ 5 കഴിയുമ്പോൾ നമുക്ക് 41.8 കിട്ടും. ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരുന്നുണ്ട്. വളരെ എളുപ്പമല്ലേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായാലും എക്സാമിന് സ്കോർ ചെയ്യാം കേട്ടോ.